ഹായ് കൂട്ടുകാരെ, ചാത്തൻസ് ഡേ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ ഈസിയായി പ്രഥമനുണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് നല്ലൊരു വാർപ്പിനകത്ത് വാർപ്പ് ഇത് തോനെയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ. വാർപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ചെറിയ പാത്രം മതി. അപ്പോൾ അതിലേക്ക് ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് അടയിട്ട് കൊടുക്കാം. അട നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അട വേവുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇപ്പം ഏകദേശം അട വേവുന്നൊരു പരുവമായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനൊരു ഏകദേശം 1 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അട ഇപ്പോൾ ഒരുമാതിരി വെന്തിട്ടുണ്ട്. അട വെന്തു എന്ന് നമുക്ക് ഈസി ആയിട്ട് അറിയാനൊരു മാർഗ്ഗമുണ്ട്. ഈ അടയുടെ കളറ് മാറിയിട്ട് വെള്ള കളറാവും. അതായത് മഞ്ഞയായിട്ടുള്ള ആ കളറ് മാറിയിട്ട് അട ഫുള്ളായിട്ട് വെള്ള കളറാവുമ്പോൾ നമുക്ക് ഊഹിക്കാം അട വെന്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ വേവായിട്ടുണ്ട്. അപ്പം കണ്ടോ ഇനി ഈ അട അവർ കോരി മാറ്റാൻ പോവുകയാണ്. അതായത് ഈ അട വെന്തിട്ടുണ്ട്. ഇനി ഈ അട തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കോരി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് അടുപ്പിലെ തീയൊക്കെ അണച്ചു കേട്ടോ. അതുകൊണ്ട് ആ ചൂടട അവർ മറ്റൊരു പാത്രത്തിലേക്ക്, കണ്ണോപ്പ പോലുള്ള ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ്. ആ അട തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അത് കാരണം അവരത് കോരി മാറ്റി തണുപ്പിച്ച് എടുക്കാനാണ് ഇങ്ങനെ കോരി മാറ്റുന്നത്. സമ്മതിക്കണം കേട്ടോ, എന്തോരം ചൂടായി കോരി മാറ്റിക്കൊണ്ട് പോകുന്നത്. നമ്മളെങ്ങാണമായിരുന്നെങ്കിൽ കരിഞ്ഞു പോയി. ഇനി അവരൊക്കെ സ്ഥിരം ചെയ്യുന്നവരായതുകൊണ്ട് അവർക്കതിന് പാടില്ല. അടയെല്ലാം കോരി മാറ്റി എടുത്തിട്ടുണ്ട് തണുപ്പിക്കാനായിട്ട്. വന്നേണ്ടേ വാർപ്പെല്ലാം ഒഴിഞ്ഞിട്ടുണ്ട്. അടയെല്ലാം നല്ല വൃത്തിയായിട്ട് കോരി മാറ്റി ഒരു വാർപ്പിൽ വെള്ളം ഒഴിച്ചു വെച്ചു. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച വാർപ്പിലേക്ക് അടുത്തതായിട്ട് ശർക്കരയാണ് തട്ടിയിടാൻ പോകുന്നത്. ഈ വാർപ്പിൽ വെള്ളം ഒഴിച്ച് വെച്ചത് വേറൊന്നിനു വേണ്ടിയിട്ടായിരുന്നില്ല, ശർക്കര പാനിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിനായിട്ടുള്ള ശർക്കരയാണ് ഇപ്പോൾ ഈ തട്ടിയിട്ടുകൊണ്ടിരിക്കുന്നത്. 1 ചാക്ക് ശർക്കര. അപ്പോൾ അതിൻ്റെ ശർക്കരയെല്ലാം തട്ടിയിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ശർക്കര നന്നായിട്ട് കുത്തി ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ അട തണുപ്പിക്കാനായിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. ശർക്കര നന്നായിട്ട് കുത്തി ഉടച്ച് കൊടുക്കുകയും ചൂടും കൂടെ അടിക്കുമ്പോൾ അത് നന്നായിട്ട് പാനിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശർക്കര തിളച്ച് പാനിയായിട്ടുണ്ട്. അധികം കട്ടയൊന്നുമില്ല, എല്ലാ കട്ടയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അട തിളപ്പിക്കുന്നതിനായിട്ടാണ് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ശർക്കര പാനി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളവും പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഈ അടയെടുത്ത് ആ വെള്ളത്തിലേക്ക് തട്ടി കൊടുക്കണം. എങ്ങനെയാണ് അട തണുപ്പിക്കുന്നത്. അപ്പം നേരത്തെ ചൂടോടുകൂടി കോരി വെച്ചിരുന്നതാണ്. ഇപ്പോൾ അതിനകത്തെ ചൂടുവെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ഈ തണുത്ത വെള്ളത്തിലേക്ക് തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അട തണുക്കും. അട തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അട പരസ്പരം ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഈ അട അതിലേക്ക് തട്ടി കൊടുക്കുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അട കട്ട കെട്ടും. അടുത്ത പാത്രം അടയും തട്ടി കൊടുക്കുന്നുണ്ട്. 2 പാത്രവും തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് തണുത്ത് ശരിയായി കിടക്കും. ശർക്കര പാനിയാക്കിയത് കോരി മാറ്റി അരിച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് അതിപ്പോൾ ഈ വാർപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര പാനിയാക്കിയതിന് ശേഷം അത് കോരി മാറ്റിയിരുന്നു. കോരി മാറ്റി നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പൊടിയോ അഴുക്കോ ഒന്നുമില്ലാതെ ഇതിനി നന്നായിട്ട് ഇളക്കി പറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് അടയിട്ട് കൊടുക്കും. നമ്മുടെ പ്രഥമന് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയാണ് ഈ നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയുമാണ്. അപ്പോൾ ഇനി ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമ്മുടെ ശർക്കര പാനിയിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. ഒപ്പം കുറച്ച് ചുക്കുപൊടി ഏലക്ക പൊടിയും കൂടാണ് തട്ടി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അടയും കൂടെ തട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിനി ഈ ശർക്കര പാനിയിൽ കിടന്ന് നന്നായി ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഒന്നാം പാലൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പം ഇതിലേക്ക് നമ്മൾ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് വറ്റി വന്നപ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യ് ചേർത്ത് കൊടുത്താൽ തന്നെ ഇത് പായസം അടിക്ക് പിടിക്കത്തും പുകയത്തും ഒന്നുമില്ല. ഒന്നേൽ ഒട്ടിയൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ അതിനകത്ത് കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രഥമനകത്ത് ഇളക്കാണ് കേട്ടോ മെയിൻ. ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, മാറാൻ പാടില്ല. ഇളക്ക് തന്നെ. അപ്പോൾ പ്രഥമന് ചേർക്കാനുള്ള തേങ്ങാപ്പാലാണ് ഇവിടെ ഇരുന്ന് ഈ അണ്ണൻ
ആട്ടി പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെയാണ് ചിരവിയൊക്കെ പിഴിഞ്ഞൊക്കെ എടുക്കും. ഇപ്പം തേങ്ങ തിരുമിയെടുത്തതിന് ശേഷം ഗ്രൈൻഡറിനകത്ത് നന്നായിട്ട് അരച്ചിട്ട് അതിങ്ങ് പിഴിഞ്ഞെടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഈ പണ്ട് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് അങ്ങനെ ഒരു 56,000 പാലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ പാലൊന്നും ഒഴിക്കാറില്ല. അപ്പം എന്ത് ചെയ്യുക, നേരത്തെ പിഴിഞ്ഞെടുത്ത ആ പാലാണ് ഇപ്പോൾ ഈ പ്രഥമനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാല് മൊത്തം ആ പ്രഥമനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളകി കുറുകി വരണം. ഇതിപ്പോൾ തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പം നീണ്ട ആ പാലൊഴിച്ച് കുറുകി വന്നിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പശുവും പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തു, അത് കഴിഞ്ഞിട്ട് കുറച്ച് പശുവും പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് കുറുകിയതിന് ശേഷം കുറച്ച് പശുവും പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പശുവും പാലാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം കുറച്ച് മുന്നേ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം ഇതിനകത്ത് ആകെ 2 ട്രിപ്പാണ് പാൽ ആഡ് ചെയ്തത്. ഒരു ട്രിപ്പ് കുറച്ചധികം തേങ്ങാപ്പാലിട്ടു, പിന്നെ കുറച്ച് പശുവും പാലിട്ടു. ഇപ്പോൾ ഇടുന്നത് ചുക്കുപൊടിയാണ്. അപ്പോൾ ഏകദേശം പ്രഥമനും ഫിനിഷിങ് ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇപ്പോൾ ഇട്ട് കൊടുത്ത് ചുക്കുപൊടിയാണ്. ഇനി ഇത് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇടാനുള്ള തേങ്ങാക്കൊത്ത് മൂപ്പിക്കാനായിട്ടാണ് ഈ നെയ്യ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇടാനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മൂപ്പിച്ച് പ്രഥമനിലേക്കിടും. അപ്പം അതാണ് ഈ തേങ്ങാക്കൊത്ത്. അപ്പോൾ ഇത് നന്നായി മൂപ്പിച്ചതിന് ശേഷം പ്രഥമനിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് പ്രഥമനിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതും കൂടെ കഴിയുമ്പോഴത്തേന് നമ്മുടെ പ്രഥമൻ ഫുൾ ആയിട്ടുണ്ട്. ഇനി പ്രഥമന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട. പ്രഥമൻ ഓക്കെ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി പ്രഥമൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടു കാണുമല്ലോ. വളരെ ഈസിയാണ്. നമ്മൾ പാടുപെടുന്ന കണക്കുള്ള അത്രയും വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക് യു. നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. ഇപ്പം ഏകദേശം പ്രഥമൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നല്ല അടിപൊളി കല്യാണത്തിനും സദ്യയ്ക്കുമൊക്കെ വെക്കുന്ന നല്ല സൂപ്പർ പ്രഥമൻ സൂപ്പർ ക്വാണ്ടിറ്റിയിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.